ബുദ്ധി കൂടുന്നതിനനുസരിച്ച് മനസ്സ് വർദ്ധിക്കണം. മനസ്സിലുണരൂ ഉഷസന്ധ്യയായി മായാമോഹിനി സരസ്വതി, മനസ്സിലുണരൂ ഉഷസന്ധ്യയായി. നിങ്ങള് തെങ്കാശി പട്ടണം എന്ന് പറഞ്ഞ ഒരു സിനിമ കണ്ടിട്ടുണ്ടോ? തെങ്കാശി പട്ടണം എന്ന് പറഞ്ഞ സിനിമയിൽ ഈ ദിലീപും സലീം കുമാറും കൂടി ഇവന്റെ കാമുകി കാവ്യമാധവനെ കാണാൻ വേണ്ടിയിട്ട് ഒരു പശുവിന്റെ തോല് തലയിലൂട്ട വെച്ചിട്ട് ദേവോ എന്ന് പറഞ്ഞ് വിളിക്കാൻ പോകുന്ന ഒരു രംഗമുണ്ട് അല്ലേ? അപ്പൊ ഇവര് പശുവിനെ നാട്ടുകാർ കണ്ടിട്ട് അടിച്ചോടിക്കുമ്പോ ഇവർ അടികിട്ടാതിരിക്കാൻ വേണ്ടി നേരെ പശുക്കളെ കെട്ടുന്ന ആലേക്ക് കയറിയിരുന്നു. ആലെ കയറി നിന്നപ്പോ അവിടെ പശുവിനെ കിടക്കുന്ന മച്ചാൻ വർഗീസ് ഇവൻ പോയിട്ട് പശുവിനെ കറക്കാൻ നോക്കി. ഇത് മനുഷ്യരാണെന്ന് മനസ്സിലാവാതെ പശുവിന് വെള്ളം ഇങ്ങനെ ചീറ്റിയിട്ട് അകിട് പിടിച്ചിട്ട് നോക്കുമ്പോ അകിട് കിട്ടുന്നില്ല. അപ്പൊ ഉടൻ തന്നെ സലീം കുമാർ ഒരു സൂത്രം, ഇവന്റെ കയ്യിൽ ഗ്ലൗസ് ഇട്ടിരുന്നു. കൈകൾ ഇട്ട് വെക്കുന്ന ഒരു റബ്ബറിന്റെ സാധനമില്ല. ഈ ഗ്ലൗസ് ഊതി പൊന്തിച്ച് കെട്ടിയിട്ട് അതിന്റെ 4 വിരലുകൾ ഇങ്ങനെ മുല പോലെ ഇങ്ങനെ താണു വെക്കുമല്ലോ പശുവിന്റെ, അതൊന്നിച്ച് താഴ്ത്തി കൊടുക്കും. ആ മുല പിടിച്ച് വലിക്കാൻ തുടങ്ങി ആര്? മച്ചാൻ വർഗീസ്. ഇത് അകിടെല്ലാം അയാൾക്കറിയില്ലല്ലോ. പിടിച്ചു വലിച്ചിട്ട് കിട്ടാഞ്ഞപ്പോ ശക്തിയിൽ പിടിച്ചു വലിച്ചപ്പോ ഇതങ്ങളിപ്പോയി സലീം കുമാറിന്റെ. ഈ അകിടിങ് അറ്റ് വീണ കണ്ടിട്ട് ഇവ ബോധം കെട്ട് വീണൊരു രംഗമുണ്ട്. അമ്പലത്തിൽ സാംസ്കാരിക പ്രഭാഷണവും ആധ്യാത്മിക പ്രഭാഷണവും തമ്മിലുള്ള വ്യത്യാസം അറിയാമോ? ഇത് രണ്ടും രണ്ടാണെന്ന ധാരണയാണ് കുറെ ആളുകൾക്കുള്ളത്. എല്ലാ ഭക്തിയും എല്ലാ ആധ്യാത്മികതയും സംസ്കാരത്തിന്റെ വികാസത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. എന്താ ഈ സംസ്കാരം? സംസ്കാരം എന്ന് പറയുന്നത് നല്ല വസ്ത്രം ധരിച്ചത് കൊണ്ടും നല്ല വീടെടുത്തത് കൊണ്ടും നല്ല പെയിന്റ് അടിച്ചത് കൊണ്ടും മാത്രമുണ്ടാകുന്നതല്ല സംസ്കാരം. സംസ്കാരം എന്ന് പറയുന്നത് ത്യാജ്യഗ്രാഹ്യ വിവേചന ബുദ്ധി എന്ന്. ഈ ത്യാജ്യഗ്രാഹ്യ വിവേചന ബുദ്ധി എന്ന് പറഞ്ഞാൽ എന്താണ് ത്യജിക്കേണ്ടത്, എന്താണ് സ്വീകരിക്കേണ്ടതെന്ന ബോധമാണ് സംസ്കാരം. ഇപ്പൊ ഇവിടെ സ്വാഗതത്തിലെല്ലാം ഇവിടെ വന്നപ്പോഴെല്ലാരും പറഞ്ഞു മഴ പ്രതികൂലമാണ്. മഴയ്ക്കും പ്രകൃതിക്കും ഭൂമിക്കും അനുകൂലവുമില്ല പ്രതികൂലവുമില്ല, അതതിന്റെ സ്വഭാവത്തിൽ അങ്ങ് പോകുന്നു. മഴക്കറിയില്ല എപ്പോ പെയ്യണം എപ്പോ പെയ്യരുതെന്ന് ആരെങ്കിലും ഒരാൾ അവിടെ നിന്ന് തീരുമാനിച്ചിട്ട് അയക്കുന്നൊന്നുമല്ല. പണ്ടങ്ങനെ സങ്കല്പം ഉണ്ടായിരുന്നു, ദേവേന്ദ്രനാണ് മഴ പെയ്യിക്കുന്നതെന്ന്. ഇത് ശ്രീകൃഷ്ണ തിരുത്തിയത്. ദേവേന്ദ്രനെ പൂജിച്ചാലാണ് മഴ പെയ്യുക എന്ന അഭിപ്രായത്തെ ആദ്യമായി തിരുത്തിയ, ശാസ്ത്രീയമായിട്ട് കാലാവസ്ഥയെ വിലയിരുത്തിയ ആള് ഭഗവാൻ ശ്രീകൃഷ്ണനാണ്. അമ്പാടിയിലെ ഗോപന്മാരെല്ലാം തന്നെ മഴ പെയ്യാൻ വേണ്ടിയിട്ട് ഇന്ദ്രന് പൂജ കൊടുക്കാൻ വേണ്ടി പോവുക. ഇന്ദ്രനെ പൂജിക്കാൻ വേണ്ടി പോകുമ്പോ കൃഷ്ണൻ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ചെയ്യണ്ട. അതുവരെയുള്ള സങ്കല്പം ഇന്ദ്രന്റെ സേനകളാണ് മേഘങ്ങൾ. നാദം 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 എന്നൊരു പാട്ട് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ദുന്ദുഭിനാദം നാദം നാദം ദേവദുന്ദുഭീതൻ വർഷമംഗളഘോഷം ദുന്ദുഭിനാദം. ഇന്ദ്രധനുസ്സേന്തി വരുന്ന വലാഹക സേനകളെ വന്നാലും ഇതിലേ ദേവദുന്ദുഭീതൻ വർഷമംഗളഘോഷം എന്ന പാട്ട് കേട്ടിട്ടില്ലേ? ഇന്ദ്രധനുസ്സേന്തി വരുന്ന ഇന്ദ്രന്റെ സേനകളാണ് മേഘങ്ങൾ. എന്നാ ശ്രീകൃഷ്ണൻ പറഞ്ഞു, കേരളത്തിൽ മഴ പെയ്യുന്നത് പശ്ചിമഘട്ടം ഉള്ളത് കൊണ്ടാണെന്നും അതുകൊണ്ട് പശ്ചിമഘട്ടത്തെയാണ് സംരക്ഷിക്കേണ്ടതെന്നും. മാധവ് ഗാഡ്ഗിലിന്റെ റിപ്പോർട്ട് ഓർമ്മയുണ്ടോ? കസ്തൂരി രംഗന്റെ റിപ്പോർട്ട് ഓർമ്മയുണ്ടോ? ഈ കാര്യമാണ് ഏതാണ്ട് 2500 കൊല്ലം മുമ്പ് ശ്രീകൃഷ്ണൻ പറഞ്ഞത്. അമ്പാടിയിൽ മഴ പെയ്യുന്നതിന്റെ ആള് ദേവേന്ദ്രനല്ല, ഗോവർദ്ധന പർവ്വതമാണ്. അതുകൊണ്ട് പൂജ കൊടുക്കേണ്ടത് ഗോവർദ്ധനത്തെയാണ് എന്ന് പറഞ്ഞില്ലേ? ഈ പുഴയും മഴയും മലയും വെയിലും കാറ്റും എല്ലാം പ്രകൃതിയുടെ ശക്തിയാണ് നവരാത്രിയിൽ ആദ്യത്തെ 3 ദിവസം ആരാധിക്കുന്നത്. ഈ ആരാധിക്കുന്നതിന്റെ സംസ്കാരം എന്തെന്ന് തിരിച്ചറിയാത്തതിന്റെ ദുരന്തമാണ് ഈ പെരുമഴ.
കാലമല്ലാത്തൊരു കാലത്ത് വന്നുള്ള നീലപയോധങ്ങൾ പോന്നു വന്നോ എന്ന് ജ്ഞാനപ്പാന് കൃഷ്ണഗാഥയിൽ പറയുന്നുണ്ട്. കാലമല്ലാത്തൊരു കാലത്ത് അകാല വർഷമാണ്. അകാല വർഷമാണിപ്പോ. സാധാരണ നമ്മൾ പറയും കാലവർഷം തുടങ്ങി. കാലവർഷം എന്ന് പറഞ്ഞാൽ ശരിയായ കാലത്ത് പെയ്യുന്ന വർഷമാണ് കാലവർഷം. ഇപ്പൊ കാലത്തുണരുക എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടോ? കൃത്യസമയത്ത് ഉണരുന്നതിനാണ് കാലത്തുണരുക എന്ന് പറഞ്ഞാൽ രാവിലെ ഉണരുക എന്നല്ല, ഉണരേണ്ട സമയത്ത് ഉണരുന്നതിനെയാണ് കാലത്തുണരുക എന്ന് പറയുക. നമ്മുടെ കുട്ടികളെല്ലാം ഇപ്പോ ഉണരേണ്ട സമയത്തല്ല, ഇവിടെ പോയിട്ട് അമ്പലത്തിൽ ഗ്രന്ഥവും വെക്കും, പുസ്തകത്തെ പൂജിക്കുകയും ചെയ്യും. എന്നിട്ട് ഞായറാഴ്ച ഒരു ചാൻസ് കിട്ടിയാൽ മിക്ക വീട്ടിൽ നിങ്ങൾ ചെന്നോക്കുക, ഞായറാഴ്ച പല വീട്ടിലും ഞാൻ രാവിലെ 9 മണിക്കും 10 മണിക്കൊക്കെ പോയാൽ നമ്മുടെ കുട്ടികൾ ഉണ്ടാവും 10 മണി വരെ കിടന്നുറങ്ങുന്നു. ചോദിക്കുമ്പോൾ പറയുന്നു ഞായറാഴ്ചയല്ലേ. ഞായറാഴ്ച എന്ന് പറയുന്നത് ഞായർ എന്ന വാക്കിന്റെ അർത്ഥം അറിയാമോ ആർക്കത്? ഞായർ എന്ന വാക്കിന്റെ അർത്ഥം അറിയുന്ന ആരും കൊണ്ടൊന്ന് കൈപൊക്കിയട്ടെ. ഞായർ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് അറിയുന്ന ആരും കൊണ്ടൊന്ന് കൈപൊക്കൂ, ഒന്ന് വിളിച്ചു പറയൂ. ഞായർ എന്ന വാക്കിന്റെ അർത്ഥം ഒരാൾ കൈപൊക്കിയിട്ടുണ്ട്, ഒന്ന് വിളിച്ചു പറഞ്ഞാട്ടെ. ആർക്കും അറിയില്ല. ഞായർ എന്ന് പറഞ്ഞാൽ അതിന്റെ ഇംഗ്ലീഷ് വാക്ക് കണ്ടെത്തിയാൽ മനസ്സിലാവും. ഞായറിന്റെ ഇംഗ്ലീഷ് സൺഡേ എന്ന. ഞായർ എന്ന് പറഞ്ഞാൽ സൂര്യൻ എന്ന അർത്ഥം കേട്ടോ. ഞാറ്റുവേലയില്ലേ, ഞാറ്റുവേല എന്ന് പറഞ്ഞാൽ 27 ഞാറ്റുവേലകളാണ് ഒരു വർഷം. 13 ദിവസമാണ് ഒരു ഞാറ്റുവേല. അതിലൊരു ഞാറ്റുവേലയാണ് തിരുവാതിര ഞാറ്റുവേല. പലരും ഞാറ്റുവേല എന്ന് വിചാരിച്ച് പറഞ്ഞപ്പോ തെറ്റിദ്ധരിച്ചു പോയി ഇത് ഞാറ് നടുന്ന വേലയെന്ന. അല്ല, ഞായർ വേല എന്ന് പറയുന്നത് സൂര്യന്റെ വേലയാണ്. ആ സൂര്യൻ ഞായർ എന്ന് പറഞ്ഞാൽ സൂര്യൻ. ആ സൂര്യന്റെ ദിവസമാണ് ഭാരതത്തിൽ. സൂര്യനെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഭാരതത്തിലെ ദൈവവിശ്വാസം ആരംഭിക്കുന്നത്. അറിയുമോ? ആദ്യത്തെ പ്രാർത്ഥനാ മന്ത്രം ഏതാണെന്നറിയുമോ? ഇതൊക്കെ മനസ്സിലാക്കണം. വെറുതെ ഇങ്ങനെ ദൈവത്തിന്റെ അടുത്ത് പോവുക, ആടെ കുറച്ച് നേർച്ച കൊടുക്കുക, ആടുന്ന് കിട്ടുന്ന ഭസ്മം തൊടുക, ആടുന്ന് കിട്ടുന്ന ചന്ദനം തൊടുക, എന്നിട്ട് ദൈവമേ എന്നെ A+ വാങ്ങി തരണേ. എന്റെ നാട്ടിലുണ്ട് ഒരു നീലക്കരിങ്കാളി അമ്പലം. ആ അമ്പലത്തിൽ കഴിഞ്ഞ മെയ് 8-ാം തീയതി ഭയങ്കര തിരക്ക്. എന്താ തിരക്ക്? ഞാൻ അടുത്ത വാദ്യക്കാരനെ ഫോണിൽ വിളിച്ച് ചോദിച്ചപ്പോ വാദ്യക്കാരൻ പറഞ്ഞു ഇന്ന് SLC റിസൾട്ടാ, കുട്ടികളെല്ലാം വന്നിട്ട് 200, 500, 100 ഇട്ടിട്ട് ഫുൾ A+ കിട്ടണേ എന്നാ പ്രാർത്ഥന. എല്ലാം വന്നിട്ട് ഫുൾ A+. ഞാൻ ഒറ്റ ചിരിച്ചപ്പോ എന്റെ മോനുണ്ട് കാറിൽ. മോൻ ചോദിച്ചു അച്ഛൻ എന്തിനാ ചിരിച്ചേ? ഞാൻ പറഞ്ഞു നീലക്കരിങ്കാളിന്റെ സ്ഥിതി ആലോചിച്ച് ചിരിച്ച. കാരണം ഇവന്റെ പേപ്പർ വാല്യുവേഷൻ മുഴുവൻ 3 ആഴ്ച മുമ്പ് കംപ്ലീറ്റ് ആക്കി, അത് മുഴുവൻ ടാബുലേഷൻ നടത്തി കടലാസിൽ മാർക്ക് എഴുതി വെച്ചു അല്ലേ. അത് മുഴുവൻ നെറ്റിൽ അടിച്ചു കയറ്റി. ഇന്ന് വൈകുന്നേരം 3 മണിക്ക് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശിവൻകുട്ടി ആ എൻ്റർ ബട്ടൺ അമർത്തിയാൽ ഇത് നെറ്റിൽ അപ്ലോഡ് ആവും. അപ്പൊ ലോകത്തിന്റെ ഏത് മൂലക്കൊന്നും ഇവന്റെ മാർക്ക് ഡൗൺലോഡായി കിട്ടും. അന്നേരാണ് ഇവൻ കൊണ്ടുപോയി 500 രൂപയും കൊടുത്തിട്ട് എനിക്ക് ഫുൾ A+ വേണമെന്ന് നീലക്കരിങ്കാലിയോട് പറയുന്നത്. 3 മണിക്ക് റിസൾട്ട് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് നീലക്കരിങ്കാലി തിരുവനന്തപുരത്ത് എത്തണമെങ്കിൽ വന്ദേ ഭാരത് പോണ്ടി വരും. വേണ്ടേ? അവിടെ പോയിട്ട് ഇവൻ എഴുതിയ മാർക്ക് തിരുത്തിയിട്ട് ഇവന് ഫുൾ A+ ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ ഇത് കമ്പ്യൂട്ടറിന്റെ അകത്ത് കയറണ്ടേ. കമ്പ്യൂട്ടറിന്റെ പാസ്വേഡ് അറിയില്ലല്ലോ. അപ്പൊ പാസ്വേഡ് അറിയില്ലെങ്കിൽ കമ്പ്യൂട്ടറിന്റെ ഉള്ളിൽ കയറാനുള്ള കൊള്ള നടത്തുക. അതിന് കമ്പ്യൂട്ടർ ഭാഷയെ പറയാ ഹാക്ക് ചെയ്യാന്ന. അങ്ങനെ ഹാക്ക് ചെയ്തിട്ട് അകത്ത് കയറിയിട്ട് ഇവൻ എഴുതാത്തതിന് മാർക്കിട്ട് കൂട്ടി കൊടുത്തിട്ട് ഫുൾ A+ ഉണ്ടാക്കുന്ന ആളാണ് ദൈവമെന്ന് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്ന രക്ഷിതാവിനും അധ്യാപകർക്കും ആദ്യം ചൂരൽ കൊണ്ട് അടി കൊടുക്ക്. ഇതാണ് ദൈവവിശ്വാസം എന്ന് തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നു നമ്മളെ. ഇതൊന്നും അല്ല ദൈവവിശ്വാസം. ദൈവവിശ്വാസം എന്ന് പറയുന്നത് ഉള്ളിലുള്ള പ്രകാശത്തെ വളർത്തുകയാണ്. ആ വളർത്താനാണ് ആദ്യത്തെ വേദമന്ത്രങ്ങളുടെ മൂലമന്ത്രം. അറിയുമോ? ആദ്യം പ്രാർത്ഥിച്ചത് മനസ്സാകുന്ന പത്മതീർത്ഥത്തെ ഉണർത്താൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ കുട്ടികൾക്കെല്ലാം ബുദ്ധി നന്നായിട്ട് വളരുന്നുണ്ട്. നമ്മുടെ 10 ഇരട്ടി ബുദ്ധി നമ്മുടെ കുട്ടികൾക്കുണ്ട്. പക്ഷേ അത് മനസ്സായി മാറാത്തതിന്റെ ദുരന്തമാണ് ഇപ്പൊ നമ്മുടെ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മിക്ക കുട്ടികളും A+ ആണ്. നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട്. നമ്മളെല്ലാം നല്ല പ്രിയപ്പെട്ട നടനായിട്ട് കണ്ട പ്രധാനപ്പെട്ട 2 യുവ നടന്മാർ, കുട്ടികളൊക്കെ മാതൃകയാക്കിയിരിക്കുന്ന, സ്റ്റാറ്റസ് ആക്കിയിട്ട് ഫോട്ടോ വെച്ചിരിക്കുന്ന 2 നടന്മാര് ഇന്ന് കൊച്ചിയിൽ കൊക്കൈൻ
കൊക്കൈൻ കഴിച്ചതിന്റെ പേരിൽ, മയക്കുമരുന്ന് പാർട്ടി നടത്തിയതിന്റെ പേരിൽ ഇന്ന് അറസ്റ്റ് ചെയ്യാൻ പോവാ. നല്ല വിവരമുണ്ട്. എന്താ കാര്യം? ഇവിടെ ഓർക്കാട്ടേരി പഞ്ചായത്താവട്ടെ, ഇത് എടച്ചേരി പഞ്ചായത്ത്, എടച്ചേരി പഞ്ചായത്താവട്ടെ, ഓർക്കാട്ടേരി പഞ്ചായത്താവട്ടെ, സ്കൂളിൽ പോവാത്ത ഒരു കുട്ടിയില്ല. എല്ലാവരും നന്നായി പഠിക്കുന്നുണ്ട്. ഈ പഠിച്ച കുട്ടികളിൽ 2 മയക്കുമരുന്ന് കഴിച്ചിട്ട് അവിടെ ഏറാമലയിൽ കിടന്ന് മരിച്ചത്. ഇല്ലേ? മരിച്ചില്ലേ? നല്ലോണം പഠിച്ച കുട്ടികളല്ലേ? മയക്കുമരുന്ന് കഴിച്ചിട്ട് ഏറാമലയിൽ കിടന്നു മരിച്ചു. കണ്ടില്ലേ നിങ്ങൾ? എന്തുകൊണ്ടാണെന്നറിയുമോ? ബുദ്ധി കൂടുന്നതിനനുസരിച്ച് മനസ്സ് വർദ്ധിക്കണം. മനസ്സിലുണരൂ ഉഷസന്ധ്യയായി മായാമോഹിനി സരസ്വതി, മനസ്സിലുണരൂ ഉഷസന്ധ്യയായി. എങ്ങനെയാണ് ഉഷസന്ധ്യകളാകുന്നത്? മനസ്സിലാണ്, ബുദ്ധിയിലല്ല. ബുദ്ധിയും മനസ്സും രണ്ടാ. ഈ അറിവിനെ തിരിച്ചറിവാക്കി മാറ്റുമ്പോ നേര് കണ്ടെത്താൻ വേണ്ടിയിട്ടാ പഠിക്കുന്നത്. നേരിനെ മെറിവാക്കി മാറ്റുമ്പോഴാണ് മനസ്സും വിവേകവും ഉണ്ടാവുന്നത്. ആ വിവേകം ഉണ്ടാവണം. അതിനാണ് മനസ്സുണർത്താൻ പത്മതീർത്ഥമേ ഉണരൂ, മാനസ പത്മതീർത്ഥമേ ഉണരൂ, അഗ്നിരഥത്തിലുദിക്കുമുഷസ്സിൻ അർഘ്യം നൽകൂ, ഗന്ധർവസ്വരഗംഗയൊഴുകൂ, ഗായത്രികൾ പാടൂ. ഓം സത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. ഇതാണ് ആദ്യത്തെ മന്ത്രം. ഈ മന്ത്രത്തിന്റെ അടിത്തറയിലാണ് നവരാത്രി ഉണ്ടാവുന്നത്. എന്താ നവരാത്രി? മനുഷ്യന്റെ ഭൂമിയിൽ നിന്ന് മനുഷ്യന് സ്വർഗത്തിലേക്ക് ഉയർത്തുന്ന പുത്രിയാണ് സ്വർഗപുത്രി നവരാത്രി. സ്വർണം പതിച്ച നിൻ സ്വരമണ്ഡപത്തിലെ സോപാനഗായകനാക്കൂ എന്നെ നീ സ്വർഗപുത്രി നവരാത്രി എന്ന പാട്ടും കേട്ടിട്ടുണ്ടാവും അല്ലേ? ഈ പാട്ടിന്റെ എല്ലാം ഈണം കേട്ടപ്പോ ഒരർത്ഥം അറിയണം. സാഹിത്യമാണ് നമുക്ക് ദൈവങ്ങളെ തന്നത്. ഞാനിപ്പോ ചൊല്ലിയ മന്ത്രത്തിന്റെ പേര് ഗായത്രി എന്നാണ്. ഗായത്രി, സൂര്യഗായത്രി, സൂര്യന്റെ പ്രകാശത്തെ ഉള്ളിലേക്ക് ഏറ്റുവാങ്ങുന്ന പ്രക്രിയ. അതാണ് ധിയോയോന പ്രചോദയാത്. ധീ എന്ന് പറഞ്ഞ ബുദ്ധി, ബുദ്ധിയെ പ്രചോദിപ്പിക്കുന്ന പ്രകാശമേ വന്നാലും. അതാണ് ഗായത്രി മന്ത്രത്തിന്റെ അവസാനത്തെ വരി. ബുദ്ധിയെ പ്രചോദിപ്പിക്കുന്ന പ്രകാശമേ വന്നാലും. ആ പ്രകാശം ഉള്ളിലേന്തുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ നവരാത്രി ഉണ്ടാവുന്നത്. എന്താ ഈ നവരാത്രി? നവം എന്ന് പറഞ്ഞാൽ 9 എന്ന് അർത്ഥമുണ്ട്. നവം എന്ന് പറഞ്ഞാൽ പുതിയത് എന്നും അർത്ഥമുണ്ട്. നിങ്ങൾ ഓരോ ദിവസവും പുതുക്കുമ്പോഴാണ് നിങ്ങളുടെ അറിവ് പ്രജ്ഞയായി മാറുന്നത്. നിങ്ങൾ ഇന്നലെ ഇല്ലാത്ത എന്തെങ്കിലും അറിവ് നിങ്ങൾക്ക് ഇന്നുണ്ടാവുകയും ഇന്നലെ വരെ നമ്മൾ പഠിച്ച അറിവുകളെല്ലാം ഇന്ന് നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് പുതുക്കിയെടുക്കുകയും ചെയ്യുമ്പോഴാണ് അത് പ്രകർഷേണ ഉള്ള ജ്ഞാനമായി മാറുന്നത്. ജ്ഞാനം ഏതൊരറിവും അവിടെ തന്നെ കിടന്നാൽ ഏതൊരു വസ്തുവിനെ പോലെയും അത് കെട്ടുമാറും. അതിനെ നിരന്തരം പുതുക്കിക്കൊണ്ടും നിരന്തരം പ്രകർഷം നടത്തിക്കൊണ്ടിരുന്നാൽ മാത്രമേ അത് പ്രകർഷ പ്രജ്ഞയായി മാറുന്നുള്ളൂ. അതാണ് പ്രജ്ഞ. ആ പ്രജ്ഞാപരാധമാണ് ഈ മഴ പെയ്യാൻ കാരണം. എന്താണ് ഭൂമിയെ പറ്റി പഠിച്ചത്? എന്താണ് സൂര്യനെ പറ്റി പഠിച്ചത്? സൂര്യനും ഭൂമിയും തമ്മിലുള്ള ബാന്ധവത്തെ കുറിച്ചിട്ടുള്ള അതിന്റെ രസതന്ത്രവും അതിന്റെ തത്വശാസ്ത്രവും അതിന്റെ കാലാവസ്ഥാ നിയമവും നമുക്കറിയാത്തതിന്റെ, അറിഞ്ഞിട്ടും നമ്മൾ കണ്ടില്ലെന്ന് നടിച്ചതിന്റെ ദുരന്തമാണ് മേഘസ്ഫോടന മഴയുണ്ടാകുന്നത്. എന്റെ നാട്ടിൽ ഇന്നലെ മട്ടന്നൂർ വിമാനത്താവള പരിസരത്ത് മേഘസ്ഫോടന മഴയുണ്ടായിട്ട് അതിന്റെ പരിസരത്തുള്ള വീട്ടിലെല്ലാം വെള്ളം കയറി. എന്താ ഈ മേഘസ്ഫോടന മഴ? മേഘങ്ങൾ കാലേ വർഷിക്കുന്നത് മെല്ലെ മെല്ലെ പശുവിന്റെ അകിടിൽ നിന്ന് പാല് ചുരത്തുന്നത് പോലെയായിരുന്നു പണ്ട് മഴ പെയ്യുന്നത്. ചിങ്ങമാസത്തിൽ ചിനിങ്ങിയിട്ട് ആയിരുന്നു മഴ പെയ്യുന്നത്. അല്പാൽപ്പം ചുരത്തും. അതാണ് അങ്ങനെ മെല്ലെ മെല്ലെ ചുരത്തുന്ന ആ മഴ മാറിയിട്ടിപ്പോ അകിട് ഒന്നിച്ചടർന്നു വീഴുന്നത് പോലെയാവും.
നിങ്ങൾ തെങ്കാശി പട്ടണം എന്ന് പറഞ്ഞ ഒരു സിനിമ കണ്ടിട്ടുണ്ടോ? തെങ്കാശി പട്ടണം എന്ന് പറഞ്ഞ സിനിമയിൽ ഈ ദിലീപും സലീം കുമാറും കൂടി ഇവന്റെ കാമുകി കാവ്യമാധവനെ കാണാൻ വേണ്ടിയിട്ട് ഒരു പശുവിന്റെ തോല് തലയിലൂട്ട വെച്ചിട്ട് ദേവോ എന്ന് പറഞ്ഞ് വിളിക്കാൻ പോകുന്ന ഒരു രംഗമുണ്ട് അല്ലേ? അപ്പൊ ഇവര് പശുവിനെ നാട്ടുകാർ കണ്ടിട്ട് അടിച്ചോടിക്കുമ്പോ ഇവർ അടികിട്ടാതിരിക്കാൻ വേണ്ടി നേരെ പശുക്കളെ കെട്ടുന്ന ആലേക്ക് കയറിയിരുന്നു. ആലെ കയറി നിന്നപ്പോ അവിടെ പശുവിനെ കിടക്കുന്ന മച്ചാൻ വർഗീസ് ഇവൻ പോയിട്ട് പശുവിനെ കറക്കാൻ നോക്കി. ഇത് മനുഷ്യരാണെന്ന് മനസ്സിലാവാതെ പശുവിന് വെള്ളം ഇങ്ങനെ ചീറ്റിയിട്ട് അകിട് പിടിച്ചിട്ട് നോക്കുമ്പോ അകിട് കിട്ടുന്നില്ല. അപ്പൊ ഉടൻ തന്നെ സലീം കുമാർ ഒരു സൂത്രം, ഇവന്റെ കയ്യിൽ ഗ്ലൗസ് ഇട്ടിരുന്നു. കൈകൾ ഇട്ട് വെക്കുന്ന ഒരു റബ്ബറിന്റെ സാധനമില്ല. ഈ ഗ്ലൗസ് ഊതി പൊന്തിച്ച് കെട്ടിയിട്ട് അതിന്റെ 4 വിരലുകൾ ഇങ്ങനെ മുല പോലെ ഇങ്ങനെ താണു വെക്കുമല്ലോ പശുവിന്റെ, അതൊന്നിച്ച് താഴ്ത്തി കൊടുക്കും. ആ മുല പിടിച്ച് വലിക്കാൻ തുടങ്ങി ആര്? മച്ചാൻ വർഗീസ്. ഇത് അകിടെല്ലാം അയാൾക്കറിയില്ലല്ലോ. പിടിച്ചു വലിച്ചിട്ട് കിട്ടാഞ്ഞപ്പോ ശക്തിയിൽ പിടിച്ചു വലിച്ചപ്പോ ഇതങ്ങളെപ്പോയി സലീം കുമാറിന്റെ ഈ അകിടിങ് അറ്റ് വീണ കണ്ടിട്ട് ഇവ ബോധം കെട്ട് വീണൊരു രംഗമുണ്ട്. മനോഹരമായ രംഗം. ഈ അവസ്ഥയാണ് നമ്മുടെ മേഘങ്ങൾ അല്പാൽപ്പം ചുരത്തുന്നതിന് പകരം ഒന്നിച്ചു താഴോട്ട് വരുന്നത് പ്രജ്ഞാപരാധം കൊണ്ടാണ്. എന്താണ് പ്രജ്ഞാപരാധം? ഈ പ്രകൃതിയും നവരാത്രിയിൽ ആദ്യത്തെ 3 ദിവസം ആരാധിക്കുന്നത് ശക്തിദേവതയാണ്. ആരാ? കളിയാമ്പള്ളി ഭഗവതി എന്ന് പറയുന്നത് പ്രകൃതിയാണ്, ഭൂമിയാണ്. ഭൂമിയെ അമ്മയായി കണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പണ്ടത്തെ ആളുകൾ രാവിലെ എണീറ്റിട്ട് അമ്മയുടെ നെഞ്ചത്ത് ചവിട്ടുമ്പോ എന്നോട് ക്ഷമിക്കണേ എന്ന് പറഞ്ഞിട്ട് ചവിട്ടുന്ന ഒരു കാലമുണ്ടായിരുന്നു. സമുദ്രവസനേ ദേവി പർവതസ്തനമണ്ഡിതേ വിഷ്ണുപത്നി നമസ്തുഭ്യം പാദസ്പർശം ക്ഷമസ്വമേ. സമുദ്രമാകുന്ന വസ്ത്രമുടുത്തവളേ ദേവി, പർവ്വതങ്ങളാകുന്ന സ്ഥലമുള്ളവളെ, വിഷ്ണുവിന്റെ പത്നിയായി വിരാജിക്കുന്നവളെ, എന്റെ കാഴ്ച വിട്ടു പൊറുക്കണേ എന്ന് പറഞ്ഞിട്ട് മാത്രമേ നിലത്ത് കാല് കുത്തുമായിരുന്നുള്ളൂ. എന്ന് പറഞ്ഞാൽ ഈ ഭൂമി അമ്മയ്ക്ക് തുല്യമായി ആരാധിച്ചിരുന്ന ഒരു കാലം, പുഴയെ വെള്ളത്തെ ആരാധിച്ചിരുന്ന കാലം. ബക്കറ്റിൽ വെള്ളം എടുത്ത് തലയിൽ ഒഴിക്കുന്നതിന് മുമ്പ് ആ ബക്കറ്റിൽ ആ മഗ്ഗിലെ വെള്ളവും കയ്യിൽ പിടിച്ചിട്ട് ഗംഗേ യമുനേ ജൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധിം ഗുരു എന്ന് പറഞ്ഞിട്ട് ആ വെള്ളം അങ്ങോട്ട് തന്നെ ഒഴിച്ച് എന്നിട്ട് മാത്രം മുക്കി തലയിൽ ഒഴിക്കുന്ന കാലമുണ്ടായിരുന്നു. വെള്ളത്തെ ആരാധിക്കാൻ പഠിച്ചിരുന്നു. മണ്ണിനെ ആരാധിക്കാൻ ശ്രീ കുരുവായിരുന്നു മണ്ണ്. കുരു എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിലെ എല്ലാ ഗോളങ്ങളും അല്ലെ ഉരുണ്ടതാണല്ലോ. ഗോളം എന്ന് പറഞ്ഞാൽ ഉരുണ്ടതാണ്. ഈ ഗോളം എന്നത് സംസ്കൃത വാക്കാ. അതിന് പച്ച മലയാളത്ത് പറയുന്ന കുരു. നക്ഷത്രങ്ങളും സൂര്യനും ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും എല്ലാം കുരുവാൻ. കാരണം അത് പ്രപഞ്ചത്തിന്റെ തനത് ഭാവമാണ്. ആരാ ഇത് ഉരുട്ടിവിട്ടത്? ആരും ഉരുട്ടണ്ട. പ്രപഞ്ചത്തിൽ എന്ത് വസ്തു പദാർത്ഥങ്ങളും സ്വതന്ത്രമായി വിട്ടാൽ അത് ഉരുണ്ടുകൂടും. ഉരുത്തിരിയും. അതാണ് ഉരുത്തിരിയ എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് നിങ്ങളൊരു മഗ്ഗിൽ വെള്ളം എടുത്തിട്ട് ആകാശത്തേക്ക് ഒഴിക്കൂ. മഗ്ഗിന്റെ ഷേപ്പിലല്ല നിൽക്കുക. ആ വെള്ളമെല്ലാം ഓരോ ഗോളാകൃതിയിലായി. ഇത് ആരാ ഉരുട്ടി വിടുന്നത്? നമ്മൾ ഈ ചപ്പാത്തിക്ക് ഉരുട്ടുമ്പോ കൊയക്കട്ടക്ക് ഉരുട്ടാൻ എത്ര സമയം എടുക്കൂ? എന്നാൽ ഈ വെള്ളം എത്ര തുള്ളികളായിട്ട് സ്വയം ഉരുണ്ട് വരുന്നത് പ്രപഞ്ചത്തിന്റെ തനതു ഭാവമാണത്. അതാണ് ഉമ്മ. ആ ഉരുണ്ട ഭാവം അതിന് പച്ച മലയാളത്തിൽ കുരു എന്ന് പറയും. നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രനും ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും എല്ലാം കുരുവാണ്, ഉരുണ്ടിട്ടാണ്. പക്ഷെ അതില് ശ്രീയുള്ള ഒരു കുരുവേ ഉള്ളൂ. എന്താ ശ്രീ? ശ്രീ എന്ന് പറഞ്ഞാൽ എന്താ? ഐശ്വര്യം. ഐശ്വര്യമുള്ള ഒരു കുരുവേ ഉള്ളൂ. ആ കുരുവാണ് ശ്രീ കുരു. അതാണ് ഭൂമി, അതാണ് അമ്പ, അതാണ് നമ്മുടെ അമ്പ, അതാണ് കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പേ. പാട്ട് കേട്ടിട്ടില്ലേ? ശ്രീ കുരുമ്പ എന്ന് പറയുന്നത് കുരു അമ്പയാണ്. അത് ശ്രീ കൂർമ്പയായി. ശ്രീ കൂർമ്പയാണ്. പിന്നെ ചീറുമ്പക്കാവ്, മുഴപ്പിലങ്ങാട് ചീറുമ്പക്കാവിൽ തെയ്യം എന്ന് കേട്ടിട്ടില്ലേ? ചീറുമ്പക്കാവുന്നത് അങ്ങനെയാ. ശ്രീ കുരുമ്പയാണ്. ഈ കുരു ഭൂമിയാണ്. അത് നമ്മുടെ അമ്മയാണ്. ആ അമ്മയെ
അപമാനിക്കാതെ, ആ അമ്മയുടെ പച്ചപ്പട്ടാടകൾ നശിപ്പിക്കാതെ, സൂര്യൻ കൊടുത്ത വസ്ത്രത്തെ പിച്ചു ചീന്താതെ, അമ്മയ്ക്ക് അച്ഛൻ വാങ്ങിക്കൊടുത്ത വസ്ത്രത്തെ പിച്ചു ചീന്തുന്നവരല്ലേ നമ്മൾ, അല്ലേ? നിങ്ങൾ ഏതെങ്കിലും ഒരു വീട്ടില് ചെന്നാ കുറേ മാമന്മാരുണ്ട്. ആ വീട്ടിന്റെ മുറ്റത്തൊരു തെങ്ങുണ്ടെങ്കിൽ, അവിടെ ഒരു മാവുണ്ടെങ്കിൽ, അവിടെ ഒരു പ്ലാവുണ്ടെങ്കിൽ, ആദ്യം ഇവന്റെ തള്ളൽ തുടങ്ങും. ഈ മാവ് മുറിക്കണം കേട്ടോ, ഈ പ്ലാവ് മുറിക്കണം കേട്ടോ, ഇത് മുറിക്കണമെന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ അവനെ ചൂല് കൊണ്ട് അടിച്ചു പുറത്താക്കുക, അല്ലെങ്കിൽ അവനെ സൈക്യാട്രിസ്റ്റിനെ കാണിക്കുക. കാരണം മരം കണ്ടാ ദേഷ്യം വരുന്ന, മരം കണ്ടുകൂടാത്ത, ഇതിന്റെ ഇല വീണ അടിച്ചു മാരണ്ടേ എന്ന് പറയുന്ന ഭീകരന്മാരാണ് ഈ മഴയ്ക്ക് ഉത്തരവാദി. മരം കണ്ടൂടാ, സസ്യങ്ങൾ കണ്ടൂടാ, പുല്ല് കണ്ടാ ദേഷ്യം വരും. പുല്ല് ചത്തല പ്രധാനം. ഈ ഭൂമിക്ക് ചുറ്റുവട്ടം മണ്ണ് കാറ്റത്തും വെള്ളത്തിലും ഒലിച്ചു പോകാതെ മണ്ണിനെ കാത്തുരക്ഷിക്കുന്ന ഭൂമിയുടെ ദിവ്യ ആവരണമാണ് പുല്ല്. അറിയും, പുല്ലൊരു തമാശ കളിയല്ല. ഏറ്റവും കൂടുതൽ ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുന്നത് പുല്ലാണ്. ആ പുല്ലാണ് നമ്മുടെ ഈ ഭൂമിയുടെ നിലനിൽപ്പിന് അനന്തകോടി ജീവജാലങ്ങളുടെ സുരക്ഷാ കവചം പുല്ലാണ്. ഉറുമ്പുകളും ചെതലുകളും ഈ ഭൂമിയിൽ ഇല്ലാതായാൽ അന്ന് ഈ ഭൂമി മരുഭൂമിയാകും. അറിയുമോ? ഉറുമ്പും ചെതലുമാണ് ഈ ഭൂമിയെ ബാക്ടീരിയകളെ നിലനിർത്തുന്നത്. അതില്ലാതായാൽ, ഉറുമ്പില്ല. അതുകൊണ്ട് ആ കർണാടകത്തിൽ വീട്ടിൽ ഉറുമ്പ് കയറിയാൽ അപ്പൊ തന്നെ വിളക്ക് വെച്ച് ആരാധിക്കും അവര്. ഉറുമ്പ് കയറിയാൽ ആരാധിക്കും. ഐശ്വര്യമാണെന്ന് അവരുടെ സങ്കല്പം. തമിഴ്നാട്ടുകാര് വീടെടുത്ത സ്ഥലത്ത് താമസിക്കുന്ന ഉറുമ്പുകൾക്കും ചെതലുകൾക്കും ഡെയിലി ഭക്ഷണം കൊടുക്കും അവര്. അതുകൊണ്ടാണ് അരിപ്പൊടി കൊണ്ട് രാവിലെ മുറ്റത്ത് കളം വരയ്ക്കുന്നത്. മനസ്സിലായോ? അരിപ്പൊടി കൊണ്ട് കളം വരയ്ക്കുന്നത്. ഇതിന്റെ അർത്ഥം അറിയാത്ത ചില വിഡ്ഢികൾ കളം വരയ്ക്കുന്ന അരിപ്പൊടിക്ക് പകരം പെയിന്റോട്ട് വരച്ചു വെക്കും. എന്നാ പിന്നെ ദിവസം വരക്കേണ്ടത്. ഉറുമ്പിന് കൊടുക്കണമെന്ന തേന തെക്തേന ഭുഞ്ചീത, ഈശാവാസ്യോപനിഷത്തിലെ ഒരു വചനമാണ്. തേന തെക്തേന ഭുഞ്ചീത, നീ കൊടുത്തിട്ട് തിന്നുക. അതുകൊണ്ടാണ് പണ്ടത്തെ ആളുകള് ഭക്ഷണം കഴിക്കുമ്പോൾ നുള്ളിച്ചാടുന്ന കണ്ടിനോ? നമ്മൾ പറഞ്ഞു കൊതി കൂടുന്നതിനാണ്. അല്ല, കൊതി കൂടുന്നതിനല്ല, ഉറുമ്പിനോ ചെതലിനോ കൊടുത്തിട്ടേ തിന്നാവൂ. അതാ നുള്ളിച്ചാടുന്നത്. അപ്പൊ തമിഴ്നാട്ടുകാർ കൊടുക്കും, കർണാടകക്കാർ കൊടുക്കും. നമ്മുടെ വീട്ടിൽ ഉറുമ്പ് വന്നാലോ ഉടൻ തന്നെ നമ്മള് ഈച്ചപ്പൊടി എടുത്തിട്ട് ഓടും, അല്ലേ? അടിയെല്ലാം വേറും. അല്ലെങ്കിൽ മാരക വിഷമായ ഒരു ചോക്കുണ്ട്, അല്ലെ? ആ ചോക്ക് കൊണ്ട് വരക്കും. ഇങ്ങോട്ട് കയറണ്ടാൻ. ആ ഉറുമ്പിനും അവകാശമുള്ളതാ. ആ ഉറുമ്പും ചെതലും ഈ ഭൂമിയിൽ എന്നില്ലാതാവുന്നുവോ അന്ന് ഭൂമി മരുഭൂമിയാകും.